ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വലിയൊരു സമരം ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. CJP എന്നൊരു പാർട്ടി ഉണ്ടായത് കാലങ്ങളെടുത്തല്ല, നിമിഷ നേരം കൊണ്ടാണ്. ഇനി ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും എങ്ങനെ മുന്നോട്ട് പോകുമെന്നും അവരുടെ ഭാവി എന്താകുമെന്നുള്ളൊരു ആശങ്കയുടെ പുറത്ത് ഒരുമിച്ച് കൂടിയ ഒരു വിദ്യാർത്ഥി സംഘടനയാണത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് മുതലെടുപ്പല്ല, മറിച്ച് ഭാവിയാണ് പ്രശ്നം. അതിൻ്റെ പേരിൽ അവർ തെരുവിലിറങ്ങി. വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, ജീവിതത്തിൽ ഭാവിയെ സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ തെരുവിലിറങ്ങി. പക്ഷേ അവരെ പരിഗണിച്ചത് തെരുവ് നായ്ക്കളെ കണക്കാണ്. അടിച്ചും വേദനിപ്പിച്ചും തെരുവിൽ വലിച്ചിഴച്ചുമൊക്കെ കൊണ്ടുപോയപ്പോഴും അവർ ഈ നാടിൻ്റെ ഭാവിയാണെന്ന് നോക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ പ്രശ്നത്തിന് കാരണം എന്താണ്? ആ കാരണമാണ് ഇത് സുവിശേഷത്തിൽ പറയുന്നത്. വിതക്കാരൻ വിത്ത് വിതച്ചപ്പോൾ വിത്തിനല്ല പ്രശ്നം, മണ്ണിനാണ് പ്രശ്നം. വിത്ത് ഈ രാജ്യത്തിൽ വിദ്യ അഭ്യസിച്ച് നല്ലൊരു സുരക്ഷിതമായ ഭാവിയിലെത്തണമെന്ന് ആഗ്രഹിച്ച ഓരോ വിദ്യാർത്ഥിയുമാണ്. മണ്ണ് ഈ നാട്ടിലെ വിദ്യാഭ്യാസ നയരീതിയാണ്. ഇതിൽ വിതയ്ക്കപ്പെടുന്ന ഓരോ വിദ്യാർത്ഥിയും ആഗ്രഹിക്കുന്നത് മുളപൊട്ടി 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ തന്നെയാണ്. പക്ഷേ മണ്ണ് നല്ലതല്ലാത്തത് കൊണ്ട് അവിടെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല. ഈ വിദ്യാഭ്യാസ നയരീതിയെ ആരാണ് ഇത്രത്തോളം മോശമാക്കിയത്? കൃത്യമായി പറയാൻ കഴിയും, ഈ സർക്കാരും ഇവരുടെ നയരീതികളും തന്നെയാണ്. വിതച്ച വിത്തിന് എന്നും ആഗ്രഹമാണ് മുളപൊട്ടി നല്ലൊരു ഫലം പുറപ്പെടുവിക്കണമെന്ന്. പക്ഷേ മണ്ണ് പാകമല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൻ്റെയും ഭാവിയുടെയും സ്വപ്നമാണ് പൂ പോലെ കൊഴിഞ്ഞു പോകുന്നത്. നമുക്കിന്ന് ആവശ്യം നല്ല മണ്ണാണ്. 30 മേനിയും 60 മേനിയും അല്ല കൊഴിയേണ്ടത്, 100 മേനിയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ചോര വാർന്നൊഴുകുന്നത്. ഒരു വിത്ത് അഴുകി അതിൽ നിന്ന് മുളപൊട്ടുന്ന പോലെ ചോര വാർന്ന് ഓരോ വിദ്യാർത്ഥിയും തെരുവിലിറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം, 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി നിൽക്കുന്നത്. ഈ നിമിഷം ഇവരോടൊപ്പം ഒന്ന് കൈകോർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇനിയും ഒരു നല്ല നിലത്തിന് വേണ്ടി നമ്മളൊക്കെ പാകപ്പെടുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി എന്താകും? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കാനല്ല നമ്മളിവിടെ വന്നത്, 100 മേനി ഫലം പുറപ്പെടുവിക്കാനാണ്. അത് ഔദാര്യമല്ല, അവകാശമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.